ഒരു സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കഷ്ണങ്ങളാണ് ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, കായ, വെണ്ടക്കായ, മുരിങ്ങക്കായ, തക്കാളി, ഇതൊക്കെയാണ് ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അതിലേക്കിട്ട് കൊടുക്കാം. കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. കായ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അതിനൊരു താളിപ്പ് ശരിയാക്കാം. വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പൊട്ടി വരുന്നതോടുകൂടി നമുക്ക് വേപ്പില ഇടാം. വേപ്പില ഇട്ട് അതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇടാം പൊട്ടിച്ച്. പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കായ ഞാൻ അറുത്തിട്ടിരുന്നു, എന്നാലും 1 സ്പൂണ് കായ ഇടുന്നുണ്ട്. അത് ഇത്തിരി മുൻപന്തിയിൽ നിൽക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം, നല്ല ജീരകവും, 1 ടീസ്പൂണ് ഉലുവാപ്പൊടി. ഞാൻ വേറെ സാമ്പാർ പൊടിയൊന്നും ഇതിന് ഇടുന്നില്ല. ഇതിലേക്ക് നമുക്ക് ആയി വന്ന പരിപ്പും കഷ്ണങ്ങളും ഇടാം. സാമ്പാർ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ എന്നൊക്കെ നോക്കാം. പുളിവെള്ളം ഒഴിച്ച് നമ്മളൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഇതിൽ ഉപ്പൊക്കെ പാകമാണ്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പുളി ഒഴിച്ചതിന് ശേഷം സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കുറേ കഷ്ണം ഞാനിടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പൂന് കഷ്ണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ ഇത്രയധികം കഷ്ണം ഇടണമെന്നില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു.